130 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം കേരളത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മാത്യു സ്റ്റീഫൻ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം കോടതിക്ക് ലഭിച്ച തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ഈ വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ച് ഫെബ്രുവരി മാസം 2-ാം തീയതി കുമളിയിൽ ഉപവാസ സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ജല കമ്മീഷനും സുപ്രീം കോടതി രൂപീകരിച്ച മേൽനോട്ട സമിതിയും ചില താൽപര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് തെറ്റായ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഡാം സുരക്ഷിതമാണെന്ന് നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. വിദേശ ഏജൻസികളെ കൊണ്ട് ഡാം സുരക്ഷിതമാണെന്നുള്ള പരിശോധന നടത്തണം. ഡാമിലെ ജലനിരപ്പ് 142 അടിയിൽ നിന്നും 136 അടിയിലേക്ക് താഴ്ത്തി ടണൽ നിർമ്മിച്ചുകൊണ്ട് തമിഴ്നാടിനാവശ്യമായ വെള്ളം കൊടുക്കുകയും കേരളത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യണം. അടിയന്തരമായി മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് കേരള തമിഴ്നാട് സർക്കാരുകളെ ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തിലുള്ള ചില ആളുകൾ സുപ്രീം കോടതി ജഡ്ജിമാരും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് യാതൊരു ബേസും ഇല്ലാത്ത ചില കമൻറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. 135 വർഷമായി, അതുകൊണ്ട് ഇനിയും അങ്ങോട്ട് പോകും, യാതൊരു പ്രശ്നവുമില്ല. ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. വളരെ വ്യക്തമായി കട്ടപ്പനക്കാരോട് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യം, ജനങ്ങളിൽ ഒരാശങ്കയും ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ജഡ്ജിയുടെ കണ്ടെത്തൽ എങ്ങനെയാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ വിദഗ്ധ സമിതികളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വളരെ അപകടകരമായ സ്ഥിതിയാണ് ഇന്ന് മുല്ലപ്പെരിയാർ ഉള്ളതെന്നാണ്. ഏതെങ്കിലും പുതിയൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണോ? ചെയ്തോട്ടെ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേറെ ഒരു കാര്യവും പറയാനില്ല. നമുക്കാകെ പറയാനുള്ള ഒറ്റ കാര്യം, കേരളത്തിലെ 10-40 ലക്ഷം ജനങ്ങൾ, 6 ജില്ലകൾ, അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ, അവർക്ക് സുരക്ഷ. ഇതിനപ്പുറത്ത് ഒരു കാര്യം നമുക്ക് പറയാനില്ല. തമിഴ്നാടിന് ആവശ്യമുള്ള ജലം കൊണ്ടുപോകാം, മറ്റ് കാര്യങ്ങളിൽ അവരുമായിട്ട് സഹകരിച്ച് നീങ്ങാം, എല്ലാ കാര്യത്തിലും ഒരു ധാരണയിൽ പോകാൻ തയ്യാറാണ്. 135 വർഷം കഴിഞ്ഞ ഒരു ഡാം, ലോകത്തെ എല്ലാ അന്വേഷണ കമ്മീഷനുകളും പറയുന്നു ഈ ഡാം തകർച്ചയിലേക്ക് പോവുകയാണ്. എത്ര പറഞ്ഞാലും നമ്മുടെ ഡൽഹിയിലിരിക്കുന്ന ജഡ്ജിമാർക്കൊന്നും നോക്കണ്ട. വയനാട്ടിൽ ഉരുളുപൊട്ടി 500 കുടുംബങ്ങൾ മരിച്ചു. ഇന്ന് പോലും നമുക്ക് വീട് വയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഉണ്ടായാൽ 40 ലക്ഷം ആളുകളാണ് മരിക്കുന്നത്, അല്ലെങ്കിൽ അപകടത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങൾക്ക് വേറെ ഒരു ആവശ്യവും ഇതിനപ്പുറത്തേക്ക് പറയാനില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷ വേണം. ഡാം സുരക്ഷാ അതോറിറ്റി സമിതിയിൽ കേരളത്തിലെ 2 അംഗങ്ങളെ സ്ഥിരമായി നിലനിർത്തുക തുടങ്ങിയ ആവശ്യമുന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി മാസം 18-ാം തീയതി ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം രാജ്ഭവനിലേക്ക് ബഹുജന മാർച്ച് നടത്തും. മുല്ലപ്പെരിയാർ ജീവരക്ഷാ വാഹന പ്രചരണ ക്യാമ്പിന്റെ ഭാഗമായി ഫെബ്രുവരി മാസം 2-ാം തീയതി കുമളി തമിഴ്നാട് അതിർത്തിയിൽ പ്രമുഖ ഗാന്ധിയൻ തോമസ് കുഴിഞ്ഞാൽ, മാത്യു സ്റ്റീഫൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉപവാസ സമരവും പ്രധാനമന്ത്രിക്ക് നിവേദനവും നൽകുന്നതിന്റെ ഭാഗമായി 1 ലക്ഷം പേരുടെ ഒപ്പുശേഖരണം നടത്തും. കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അടിയന്തര സുരക്ഷ കേരള സർക്കാരുകൾ പരിഹാരം കണ്ടില്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്നും മാത്യു സ്റ്റീഫൻ പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എന്റെ അപ്പായിച്ചേട്ടാ, എന്തോ നേലക്കാട്, നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ലേ, നീ സാനുമാഷിനോട് ചോദിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇതെവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.